ലേൺവൈസിന്റെ MBAയുടെ ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസ് എന്ന നമ്മുടെ സബ്ജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതിന്റെ ഫസ്റ്റ് യൂണിറ്റ്, അതായത് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഈ ഒരു സബ്ജക്റ്റുമായിട്ട്, അതായത് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ. അതിൽ നമ്മൾ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നതും അതിന്റെ ഓരോന്നിന്റെ ഒബ്ജക്റ്റീവ്സും നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പാർട്ട് 1 സെക്ഷൻ ആണ്. അതായത് കുറച്ച് പാർട്ട് 1ലും കുറച്ച് നമ്മൾ പാർട്ട് 2ലുമായിട്ട് യൂണിറ്റ് 1 കവർ ചെയ്യും. അപ്പൊ നമ്മുടെ യൂണിറ്റ് 1ന്റെ പേര് കൺസെപ്റ്റ് ആൻഡ് അപ്രോച്ചസ് എന്നാണ്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസിന്റെ കൺസെപ്റ്റ് എന്താണ്, അപ്രോച്ചസ് എന്താണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കും. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് അതിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ്, അതായത് ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൺസെപ്റ്റ്, അതായത് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസിന്റെ കൺസെപ്റ്റ് നോക്കുക. അതിൽ ഏതൊക്കെ ആക്ടേഴ്സ് ആണ്, അതായത് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസുമായി ബന്ധപ്പെട്ട ആക്ടേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ ഡെഫിനിഷൻ ഏതൊക്കെയാണുള്ളത്, അതുപോലെ തന്നെ അതിന്റെ അപ്രോച്ച് എന്താണ്, ഏതൊക്കെ നീഡ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ആണ്, എന്തൊക്കെയാണ് ഇതിനുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ എംപ്ലോയ്മെന്റ് റിലേഷനെ അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നോക്കും. അപ്പൊ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കുമ്പോഴത്തേക്കും, അതായത് ഒരു ബ്രീഫ് സ്റ്റഡിയാണ്, കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ അതിന് സമ്മറൈസ് ചെയ്യാം. അതായത് ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് സിംപ്ലി പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇൻഡസ്ട്രിയൽ റിലേഷൻ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് എന്താണ്, എംപ്ലോയർ എംപ്ലോയി റിലേഷൻ, അതായത് സ്വീറ്റ് റിലേഷനെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ഒരു കൺസെപ്റ്റ് നോക്കാം. അതായത് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതായത് എന്താണ്, അവിടെ ഒരു എംപ്ലോയർ ഉണ്ട്, ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസും കാണും. അവർ തമ്മിൽ ഒരു സ്മൂത്ത് റിലേഷൻ, ഒരു ഹാർമോണിയസ് റിലേഷൻ ആണ് കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോകുന്നെങ്കിൽ തീർച്ചയായും എന്തുണ്ടാവും, അവിടെ നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്ടിവിറ്റിയും പ്രൊഡക്ഷനും അവിടെ സാധ്യമുണ്ട്. അതിലൂടെ എന്ത് ചെയ്യും, ആ ഒരു ഓർഗനൈസേഷന് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ആ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യും. അതുപോലെ വിവിധ തരം, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, വിവിധ തരം ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നന്നായിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എംപ്ലോയർ വർക്ക് ചെയ്യുന്നത്, ഇപ്പം നമ്മളൊരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യണം എംപ്ലോയി ആയിട്ട്. അപ്പൊ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ, അതായത് ആസ് എൻ എംപ്ലോയർ നമുക്ക് വേണ്ട നീഡ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ എംപ്ലോയർ മീറ്റ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ലോയൽ ആയിരിക്കും. അപ്പൊ അവർ പറയുന്ന സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻസ് നടത്തുകയും നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ആ ഒരു നീഡ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് മാക്സിമം നമ്മൾ ശ്രമിക്കുകയും. അപ്പൊ ആ ഒരു കമ്പനി എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ആ ഒരു കമ്പനി പോലെ നിരവധി കമ്പനികൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നിരിക്കാം. അപ്പൊ അത് എന്തിലേക്ക് നയിക്കും, നമ്മുടെ ഇന്ത്യയുടെ കൂടെ ഡെവലപ്മെന്റ് ആണ്. സോ അതാണ്, അതായത് ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നു, ഒരു ഓർഗനൈസേഷനെ സക്സസിലോട്ട് നയിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അതൊരു നേഷന്റെ തന്നെ ഡെവലപ്മെന്റിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. കാരണം നേരത്തെ കണ്ടോ, ഒരു നേഷന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പ്രോഗ്രസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു വളരെയധികം. കാരണം പ്രൊഡക്ടിവിറ്റിയും കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു രാജ്യം വികസനത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആണ്. അതിന് നമ്മുടെ ടെക്നോളജി, കോമ്പറ്റേറ്റീവ്നെസ് ഒക്കെ, അല്ലെങ്കിൽ കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻ ഒക്കെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. കാരണം നമുക്കൊരു കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു മാർക്കറ്റിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് നമ്മുടെ കസ്റ്റമർ നോക്കി, ആ ഒരു കസ്റ്റമർ ഉണ്ട്, അവിടെ മേടിക്കാനായിട്ട് കസ്റ്റമർ ഉണ്ട്. കാരണം വേറൊരു ആ ഒരു സെയിം പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് അവിടെ വേറൊരു ഓർഗനൈസേഷൻ ഇല്ല എങ്കിൽ എന്ത് പറ്റും, നമുക്ക് ആ ഒരു കസ്റ്റമർ എത്ര വില കൊടുത്തും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വരും. പക്ഷെ അതേ സമയം നമ്മളൊന്ന് ചിന്തിക്കാം, അവിടെ വിവിധ തരത്തിലുള്ള ഓർഗനൈസേഷൻ സെയിം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ വരും. അപ്പൊ നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, ഒരു പ്രൊഡക്റ്റ് ആണെന്ന് ഇരിക്കട്ടെ, ആ പ്രൊഡക്റ്റിനെ കൂടുതൽ എന്ത് ചെയ്യും, ആളുകളുടെ നീഡ്സ് ആൻഡ് വോൺസ് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക, അല്ലെ. അപ്പൊ അങ്ങനെ ശ്രമിക്കുന്നതിലൂടെ എന്ത് ചെയ്യും, കുറച്ച് കസ്റ്റമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, അട്രാക്ട് ചെയ്യാനും നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കുവാനും നമുക്ക് സാധ്യമായി വരും. അപ്പൊ നമുക്കൊരു സക്സസ് റേറ്റ് നിൽക്കും, അല്ലെ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പറ്റീഷൻ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, പുതിയ പുതിയ ഡെവലപ്മെന്റ്സോ അല്ലെങ്കിൽ ഈവൻ പാക്കിങ്ങിൽ പോലും നമ്മൾ എന്ത് ചെയ്യില്ല, പുതിയൊരു ഡെവലപ്മെന്റ്സ് കാര്യങ്ങളൊന്നും കൊണ്ടില്ല. പക്ഷെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പാക്കിംഗ് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കും, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കൊണ്ടുവരും. സോ അതൊക്കെ എന്താണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിനെയും എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പറ്റേറ്റീവ്നെസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഓർഗനൈസേഷൻ നല്ലൊരു ഇൻഡസ്ട്രിയൽ അറ്റ്മോസ്ഫിയർ ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് പ്രൊവൈഡ് ചെയ്യണേ തീർച്ചയായും നമ്മളും അത് ചെയ്യാൻ ബാധ്യസ്ഥരായിരിക്കുന്നില്ല. അപ്പം അത് എന്തിലേക്ക് നയിക്കും, ആ ഒരു ഇൻഡസ്ട്രിയുടെ തന്നെ ഡെവലപ്മെന്റിലേക്ക് നയിക്കും. അത് എന്താണ്, എംപ്ലോയർ എംപ്ലോയി റിലേഷൻ എപ്പോഴും നല്ലൊരു രീതിയിലായിരിക്കും, ഹാർമോണിയസ് മാനറിലായിരിക്കണം മുമ്പോട്ട് പോകേണ്ടത്, അല്ലെ. അതായത് നമുക്കറിയാം,
നോക്കൂ, കീ ഫോർ മാക്സിമൈസിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് അവോയ്ഡിങ് നെഗറ്റീവ് ഔട്ട്കംസ് എന്ന് പറയുന്നതാണ് ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിന്റെ ലക്ഷ്യം. അതായത് ഏറ്റവും കൂടുതൽ മാക്സിമം ആയി പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. എങ്ങനെ? അതായത് നെഗറ്റീവ് ഔട്ട്കംസ് കുറയ്ക്കുക. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എംപ്ലോയിയുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് കൂടെ അറിയുക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എംപ്ലോയർ അറിഞ്ഞിട്ട് അദ്ദേഹം അതിനനുസരിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യണേ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ നടത്തും, മാക്സിമം പ്രൊഡക്ഷൻ നടത്തും അല്ലേ? അപ്പൊ അതാണ് പറയുന്നത്, നെഗറ്റീവ് ഔട്ട്കംസിന് നമ്മളപ്പോ കുറയ്ക്കും, നമ്മൾ മാക്സിമം എഫേർട്ട് ഇടും അത് പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് നമ്മുടെ എന്ത് കൂട്ടും? ക്വാളിറ്റി, ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി കൂട്ടും, പ്രൊഡക്റ്റ് ടേൺ ഓവർ ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത് നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി കുറച്ച് പോയിന്റ്സ് ആണ്. ഈ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഒരു എക്കണോമിക് ഗ്രോത്തിനും സെൽഫ് റിലയൻസിനും ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് തന്നെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റും ഒരു സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെന്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അത് മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ എപ്പോഴും പെട്ടെന്ന് പറയുന്നത് എംപ്ലോയർ റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ അവർ മാത്രമല്ല സത്യത്തിൽ ഇതിലുള്ളത്, മറ്റുള്ള ആളുകളും എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിലെ അവർ കൂടി ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് സപ്ലൈസ് ആയിരിക്കും, കസ്റ്റംസ്, ഇവരും എല്ലാമായിട്ട് നമ്മൾ എതിരെ ഒരു ഹാർമോണിയസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻ, നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന ടീമിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പറയുന്നത് ഗ്ലോബലൈസേഷൻ വന്നു. ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളിപ്പം മത്സരിക്കുന്നത് ജസ്റ്റ് ഇപ്പൊ ഇന്ത്യയിലിരിക്കുന്ന, കേരളത്തിലിരിക്കുന്ന നമ്മൾ കേരളത്തിലെ മാത്രം മാർക്കറ്റിനോടല്ല മത്സരിക്കുന്നത്, നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിനോടാണ് മത്സരിക്കുന്നില്ലേ? അപ്പൊ അവിടുത്തെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് കോമ്പറ്റീഷൻ നടത്തുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഡെവലപ്ഡ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കൂ? അവരുടെ ആ പ്രോഡക്റ്റിനെ കോമ്പീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് മേലെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് സെല് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുപോലെ ടെക്നോളജി വളരെയധികം ഹെൽപ്ഫുൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ഇരുന്നുകൊണ്ട് രാജ്യത്തിന്റെ അതിർവരമ്പുകളൊന്നുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയിൽ വിൽക്കുവാൻ വരെ നമ്മളെ ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലേ? അപ്പൊ ആ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് ഒക്കെ നമ്മുടെ IR അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. അതുപോലെ നമുക്കറിയാം ഗ്ലോബലൈസ്ഡ് പ്രൊഡക്ട്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സ്കില്ലും അറിയാത്ത ഒരു എംപ്ലോയറിനെ നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്? ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വളരെയധികം കുറയാൻ സാധ്യതയുണ്ട്. അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജി ആ വ്യക്തിക്ക് ഉപയോഗിക്കാൻ അറിയില്ല എങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് വേസ്റ്റേജ് ഒക്കെ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് പ്രോപ്പർ രീതിയിലല്ല ആ വ്യക്തി പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? അത് നമ്മുടെ വർക്കിനെ ബാധിക്കും. സോ അങ്ങനെയുള്ള വർക്കേഴ്സിനെ അല്ലാതെ പെട്ടെന്ന് അഡാപ്റ്റ്, കാര്യങ്ങൾ പുതിയതായിട്ട് പെട്ടെന്ന് പഠിക്കുവാനും അല്ലെങ്കിൽ നല്ല സ്കില്ലുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമാണ് നല്ലൊരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ടെക്നോളജീസ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ മോഡേൺ മാനേജ്മെന്റ് അപ്രോച്ചസ് പറയാം. നമുക്കറിയാം കോർപ്പറേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷെയറിംഗ്, പാർട്ടിസിപ്പേറ്റിംഗ് മെത്തേഡ്സ്, ഇതൊക്കെ ഇപ്പൊ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇന്നത്തെ നമ്മുടെ ഒരു സിസ്റ്റം എടുത്ത് നോക്കുമ്പോൾ പണ്ട് നമുക്കറിയാം നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പറയാം ജന്മി കുടിയാൻ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത്. അത് എന്താണ് ജന്മി പറയുന്നത് കേൾക്കുക മാത്രമാണ് ആ ഒരു ജന്മി കുടിയാൻ വ്യവസ്ഥ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ജന്മി ആ ഒരു എംപ്ലോയി ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സിസ്റ്റം പണ്ട്, അത് കഴിഞ്ഞിട്ടാണെങ്കിലും മാറ്റമൊന്നുമില്ല, നമ്മുടെ മേലുദ്യോഗസ്ഥർ എന്ത് പറയുന്നു അത് മാത്രമാണ് എംപ്ലോയി ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം എംപ്ലോയീസ് അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്തൊക്കെയാണെന്ന് പ്രോപ്പർ ആയിട്ട് തന്നെ ആരോട് സംസാരിക്കുന്നുണ്ട്? നമ്മുടെ എംപ്ലോയറിനോട് സംസാരിക്കുന്നുണ്ട്. സോ ആ ഒരു ഇൻഫർമേഷൻസ് അവർ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവർക്ക് സംസാരിക്കണമെന്ന് അവർക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യുന്നു. അവരോരോ ഡിസിഷൻ മേക്കിങ്സിലൊക്കെ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ ഈ ഒരു റിലേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു സക്സസിലേക്ക്, ആ ഒരു ഓർഗനൈസേഷന്റെ സക്സസിലേക്ക് പോകുവാൻ ഇവർക്ക് സാധ്യമാകുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇത് പല രീതിയിലായിരിക്കും. പണ്ട് ഫുൾ ടൈം മാത്രമായിരുന്നു അല്ലെ? ഒരിടത്ത് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ കുറെ വർഷം ആ ഒരിടത്തായിരിക്കും ജോലി ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഫുൾ ടൈം ആയിരിക്കും ജോബ് ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഒരു സിസ്റ്റം ഒക്കെ മാറുന്നുണ്ട്. ചിലർ എന്ത് ചെയ്യുന്നു? പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നു. ചിലർ ഒരു ഓർഗനൈസേഷൻ കുറച്ച് നാൾ നിന്നിട്ട് മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ ഫീമെയിൽസ് ആയാലും എന്ത് ചെയ്യുന്നു? പണ്ടത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഫീമെയിൽസിന്റെ എണ്ണം കുറവാണ് ഓർഗനൈസേഷനിൽ ഇല്ലേ? പക്ഷെ ഇന്ന് എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷനിലുള്ള വുമൺ പവർ കൂടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ നേഷൻസിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ഡെവലപ്മെന്റ് അല്ലേ. അപ്പൊ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ്, അതായത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കൂടുന്നത് വളരെയധികം ആ രാജ്യത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് വേണം. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻ ഇല്ല എങ്കിൽ, അതായത് പുവർ റിലേഷൻ ആണെങ്കിൽ അതിന്റെ ഫലം എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇൻക്രീസ്ഡ് ലേബർ ടേൺ, അതായത് ലേബർ ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെ. അതുപോലെ തന്നെ ആബ്സെന്റിസം ഉണ്ടാകും, ഇൻഡിസിപ്ലിൻ, പുവർ ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട്, ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇതൊക്കെയാണ് ഔട്ട്പുട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, നമുക്ക് നല്ലൊരു റിലേഷൻ ഇല്ല, അല്ലെങ്കിൽ എംപ്ലോയി പറയുന്നത് എംപ്ലോയി കേൾക്കുന്നില്ല, അയാൾ എന്ത് പറയുന്നു ആ വ്യക്തി പറയുന്നത് മാത്രമാണ് നമ്മളവിടെ ചെയ്യുന്നത്, നമുക്ക് സംസാരിക്കാൻ ഒന്നും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വേറെ അടുത്ത് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ അയാൾ വീണ്ടും ഹയർ ചെയ്യേണ്ടതായിട്ട് വരും. അവരും ഇതുപോലെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ അവരും റിസൈൻ ചെയ്ത് പോകാനിരിക്കുന്നത്. അപ്പൊ പുതിയ ആൾക്കാർ ഇങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും പുതിയ ആൾക്കാരെ ഹയർ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ കുറെ കോസ്റ്റ് നമുക്ക് നഷ്ടമാവും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടമല്ലാത്തൊരിടത്താണെങ്കിൽ നമുക്ക് ജോലിക്ക് എന്നും പോകാൻ താല്പര്യം തോന്നില്ലല്ലോ. നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സബ്ജക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമല്ല നമുക്ക് ആ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ മാക്സിമം എന്തെങ്കിലും ചെറിയൊരു മീൻസ് അവധി എടുക്കേണ്ട അത്രയ്ക്ക് ആവശ്യമൊന്നും കാണില്ലെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ അവധി എടുക്കും. അതുപോലെ ജോലി ചെയ്യാൻ പോകുമ്പോഴും അവിടെയും നമ്മുടെ എംപ്ലോയർ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഗുഡ് ഹെൽത്ത് അല്ല, ഒരു ഗുഡ് എൻവയോൺമെന്റ് അല്ല അവിടെ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പോകാതിരിക്കാനുള്ള, ഇടയ്ക്ക് ലീവ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ അവിടുത്തെ ഉള്ള ഡിസിപ്ലിൻ നമ്മളും ക്രിയേറ്റ് ചെയ്തില്ല, കാരണം നമ്മുടെ ആവശ്യങ്ങൾ അവർ കേൾക്കുന്നില്ലെങ്കിൽ തിരിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് നമ്മളും മടിക്കും അല്ലെ. അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷനെ അത് ബാധിക്കും. കാരണം നമ്മൾ പൂർണ്ണ മനസ്സോട് ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കത്തുള്ളൂ. നമ്മൾ അപ്പൊ എന്ത് ചെയ്യുന്നു, അയാൾ പറയുന്നു, ഇപ്പൊ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ പറയാണ്, ആ വ്യക്തി പറയുന്നു ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഓക്കെ ഇങ്ങനെ, അതിനപ്പുറം ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ കഴിവ് കാണും, പക്ഷെ നമ്മൾ ചെയ്യില്ല. കാരണം എന്താണ്, അവര് നമ്മളോട് കാണിക്കുന്ന ആ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായതുകൊണ്ട് നമുക്ക് അതിന് മാക്സിമം ഇടണമെന്നില്ല. പുള്ളി പറയുന്നത് ഇത്രയാണ്, ആ വ്യക്തിക്ക് ഇത്രയും മതിയെങ്കിൽ ഓക്കെ ഇത്ര, അല്ലെങ്കിൽ അതുപോലും ചിലപ്പോൾ നമ്മൾ മീറ്റ് ചെയ്ത് കൊടുക്കണമെന്നില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾ അവര് മീറ്റ് ചെയ്യുന്നില്ലല്ലോ, നമ്മുടെ ആവശ്യങ്ങൾ അവര് മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യാൻ സാധ്യത. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഈ പറഞ്ഞ പോലെ വേസ്റ്റേജ് ഒക്കെ കൂടും. അപ്പോൾ ആ റിലേഷൻ ആണെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ഏത് തരം പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് തരം പ്രൊഡക്ഷൻ ആണ് നടത്തുന്നത്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ വീണ്ടും വീണ്ടും ആ ഒരു പ്രൊഡക്ഷൻ നടത്തേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതെന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മൾ നോക്കാം, ഒരു നല്ല റിലേഷൻ ആണ് അവിടെയെങ്കിൽ, ഇപ്പൊ പറഞ്ഞു മോശമാണെങ്കിൽ അതൊക്കെ, ഒരു നല്ല റിലേഷൻ ആണ് അവിടെയെങ്കിൽ അത് എന്തിലേക്ക് നയിക്കുന്നതായിരിക്കും, ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ അഫക്ട് ചെയ്യും. നല്ലൊരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യും. അതുപോലെ അതെന്തിലേക്ക് നയിക്കും, നമുക്കൊരു സെൽഫ് റിലയൻസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതെന്തിലേക്ക് നയിക്കും, നേരത്തെ പറഞ്ഞ പോലെ ഒരു രാജ്യത്തിന്റെ GDP ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് സഹായിക്കും. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി എന്താണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, എന്താണ് കൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് നോക്കാം. ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വർക്കർ ആൻഡ് എംപ്ലോയർ റിലേഷൻ ആണ് സിംപ്ലി നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷനുള്ള റിലേഷൻ ആയിട്ടും പറയാം. അതുപോലെ തന്നെ പ്രൈവറ്റ് ഓൺഡ് ഓർഗനൈസേഷനുള്ള റിലേഷനെയും നമ്മൾ എന്ത് പറയും, ഇൻഡസ്ട്രിയൽ റിലേഷൻ അല്ലെങ്കിൽ IR എന്ന് പറയുന്നതായിരിക്കും. ഇതിന്റെ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കൺസെപ്റ്റ് ആൻഡ് നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പോയിന്റ്സ് ആയിട്ട് വെച്ചു. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇവിടെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള IRന് ആ ഒരു ടേമിനെ തന്നെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നൊരു ഇതാണ് ഗവൺമെന്റ് റോൾ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ നമ്മൾ പറഞ്ഞെടുക്കുന്നത്. കാരണം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ബിൽഡ് ചെയ്യുന്നതിന് ഒരുപാട് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ, നമുക്കറിയാം. കാരണം ഈ വർക്കേഴ്സ്, അതായത് ഈ ഓരോ വർക്കർമാര് അവർക്ക് അവരുടേതായ തൊഴിലാളികൾക്ക് ഓരോ നിയമങ്ങളുണ്ട് അല്ലെ, നമുക്കറിയാം. ചില എംപ്ലോയേഴ്സ് എന്ത് ചെയ്യുന്നു, ചില കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് രീതിയിലല്ല നടത്തുന്നതെങ്കിൽ നമുക്ക് ആ ഒരു നിയമപ്രകാരം മുമ്പോട്ടൊക്കെ പോകാം. ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടില്ലേ, ഇന്ന രീതിയിൽ കേസ് എടുത്തുന്നു. അപ്പൊ അങ്ങനെ കുറെ ലോസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നായിട്ട് നമുക്ക് വരുന്നുണ്ട്.
അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് മാത്രമല്ല, അല്ലാതെ നമുക്ക് ലേബർ ലെജിസ്ലേഷനും മറ്റ് ലേബർ ഫ്രെയിംവർക്സും ഒക്കെ ഉണ്ട്. അല്ലാതെ അതായത് തൊഴിലാളികൾക്ക് ലേബറിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ പ്രത്യേകമായിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു, നമുക്കൊരു പ്രോപ്പർ വർക്ക് കണ്ടീഷൻസും നല്ല റിലേഷൻസും കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ലെജിസ്ലേറ്റീവ് സ്ട്രക്ചർ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. നമ്മൾ ഈ ഒരു റിലേഷൻസ് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ലീഗൽ സ്ട്രക്ചേഴ്സും റെഗുലേറ്ററി ഫ്രെയിംവർക്സും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റിലേഷനെ അഫക്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണ് പൊളിറ്റിക്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, ട്രേഡ് യൂണിയൻ സ്ട്രെങ്ത്, വർക്കേഴ്സ് അവയർനെസ്, മാനേജ്മെന്റ് ബിലീഫ് എക്സെട്ര എന്ന് പറയും. അതായത് പൊളിറ്റിക്സിൽ നമ്മൾ പറയുന്നത് നമുക്കറിയാം, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുന്ന ആ രാഷ്ട്രീയ കക്ഷികൾക്ക് വളരെയധികം സ്വാധീനമുണ്ട്. നമ്മൾ പറയുന്നുണ്ട് നേരത്തെ ആയാലും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ പറയുന്ന പോലെ പൊളിറ്റിക്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഒരു കാര്യം പോകുന്നത്, തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്യും, അതിൽ ഇടപെടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ അതെന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെയും ആ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജീസ് അഫക്ട് ചെയ്യും. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യും. ട്രേഡ് യൂണിയൻസ് അഫക്ട് ചെയ്യാറുണ്ട്. അറിയാം, സമരങ്ങളും മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ സമരം മാത്രമല്ല, സമരം എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കേണ്ട, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ട്രേഡ് യൂണിയൻസ് എപ്പോഴും ചെയ്യുന്നത്, പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുന്നതായാലും. പിന്നെ വർക്കറിന്റെ അവയർനെസ്, ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണം. എന്താണ് താൻ ചെയ്യേണ്ടതും തന്റെ റോൾ എന്താണെന്നുള്ളതും പ്രോപ്പർ ആയിട്ട് അവർക്ക് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് എംപ്ലോയർ തീർച്ചയായിട്ടും അത് കൺവേ ചെയ്യേണ്ടതുമാണ്. പിന്നെ മാനേജ്മെന്റിന് ചില ബിലീഫ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇതിങ്ങനെയാണ് പോകുന്നത്, ഈ ഒരു പ്രോപ്പർ രീതിയിലാണ് പോകുന്നത്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ളതിന് എന്ത് ചെയ്യും, ഇൻഡസ്ട്രിയൽ റിലേഷനെ അഫക്ട് ചെയ്യും. സത്യത്തിൽ ഇൻഡസ്ട്രിയൽ റിലേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി, വർക്കറും ആ ഒരു മാനേജ്മെന്റും തമ്മിൽ ഒരു ഇക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇൻഡസ്ട്രിയൽ റിലേഷന്റെ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഇൻഡസ്ട്രിയൽ റിലേഷന്റെ എയിം എന്ന് പറയുന്നത്. അതുപോലെ ഒരു വർക്ക് കണ്ടീഷൻ, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് വർക്ക് കണ്ടീഷൻ ഉണ്ടാക്കുക. അതായത് ഈ ഒരു ഇൻഡസ്ട്രീസിലെല്ലാം എന്ത് ചെയ്യും, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഒരു വർക്ക് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ പറയുന്നു. ഇനി ഒരു ഇൻഡസ്ട്രിയൽ റിലേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ അഫക്റ്റിംഗ് ഫാക്ടേഴ്സ് തന്നെയാണ് ഇത്. അതിന്റെ സോഷ്യൽ സ്ട്രക്ചർ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ്, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പാറ്റേൺ ഷേപ്സ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. നേരത്തെ പറഞ്ഞ പോലെ സാമൂഹ്യമായ സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ ചരിത്രപരമായ ബാക്ക്ഗ്രൗണ്ട്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ റിലേഷനെ അഫക്ട് ചെയ്യുന്നു. അത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഡൈനാമിസം, അതായത് അതിന്റെ മാറ്റങ്ങളും ഈ പറഞ്ഞ ഫാക്ടേഴ്സിന്റെ എല്ലാ മാറ്റങ്ങളും എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ത് ചെയ്യും, നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ അഫക്ട് ചെയ്യും. നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ വർക്കേഴ്സ്, മാനേജ്മെന്റ്, സ്റ്റേറ്റ്, ഈ ഒരു ഫാക്ടേഴ്സ്, ഈ ഒരു 3 ഫാക്ടേഴ്സ് ആണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ ഏറ്റവും അഫക്ട് ചെയ്യുന്നത്. അതിലെ ഏറ്റവും നമ്മള് സ്റ്റേറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫാക്ടർ തന്നെയാണ്. ഇനി ഇവിടെ പറയുന്നത് ഗ്ലോബൽ ഫാക്ടേഴ്സും മറ്റ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചും, അതായത് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ്, പൊളിറ്റിക്കൽ സയൻസ്, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസ്, ലീഗൽ ഫാക്ടേഴ്സ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വർക്കേഴ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. പല രീതിയിലായാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് എന്ത് ചെയ്യുന്നു, അതിന്റെ ഒറിജിൻ ആൻഡ് നേച്ചറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഒക്കെ, എക്കണോമിക് കൺസെപ്റ്റ്, നമ്മൾ വേജസ് കാര്യങ്ങൾ, ഏത് രീതിയിലുള്ള ശമ്പളം, അത് എത്രയായിരിക്കണം, ഒരു സ്റ്റാൻഡേർഡ് മാനറിലൊക്കെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അതായത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാണെങ്കിൽ സോഷ്യോളജിക്കൽ ആസ്പെക്ട്സ് ഒരു യൂണിഫോം, അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള എന്ത് ചെയ്യുന്ന ഒരു രീതിയിലൂടെ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വർക്കേഴ്സിന്റെ, ജോലിക്കാരുടെ സേഫ്റ്റി അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ എന്ത് ചെയ്യുന്നു, സേഫ് ഗാർഡ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഒരു കൺട്രിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് അത് എന്ത് ചെയ്യുന്നു, മറ്റൊരു കൺട്രിയെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികമാണ്, അല്ലെ? കാരണം നമുക്കറിയാം, ചില രാജ്യങ്ങളിലിടയ്ക്ക് യുദ്ധവും മറ്റൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് ഇടിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവിടുത്തെ റിലേഷനെ അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അഫക്ട് ചെയ്യുന്നതായിരിക്കും. എപ്പോഴായാലും കാസയിലൊക്കെ യുദ്ധം നടക്കുന്നു, അതൊക്കെ നമുക്കറിയാം. വളരെയധികം നമ്മുടെ
ഒരു രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടാകും, മറ്റു രാജ്യങ്ങളെ അത് വളരെയധികം നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നു. ഇപ്പൊ ഇൻഡസ്ട്രിയൽ റിലേഷനും അങ്ങനെ തന്നെയാണ്, അവരെയും അഫക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ലേബർ റിലേറ്റഡ് ഇഷ്യൂസ്, ഇന്റർനാഷണൽ ബോഡീസ് ലൈക്ക് ദ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇൻഫ്ലുവൻസ് ലേബർ റിലേറ്റഡ് ഇഷ്യൂസ്. ILO, അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, അതായത് ലേബർ റിലേറ്റഡ് ഇഷ്യൂസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ഒരു ബോഡിയാണ് ഇഷ്യൂസ് പരിഹരിക്കുന്നതിന് മറ്റൊക്കെയുള്ള ഒരു ഇന്റർനാഷണൽ ബോഡിയാണ് ILO എന്ന് പറയുന്നത്. ഇവരുടെ എന്താ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിനെ പ്രോപ്പർ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരു നേഷന്റെ വളരെയധികം ആവശ്യമായ ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം നമുക്ക് ഒരു രാജ്യത്തിന് നമ്മൾ പറഞ്ഞു നേരത്തെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മളെ അഫക്ട് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ അതിനെല്ലാം നമ്മൾ നല്ല രീതിയിൽ മാത്രം ഒരു പോസിറ്റീവ് ആയിട്ട് രീതിയിലാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ വർദ്ധിച്ചിട്ട് ആ നേഷന്റെ GDP കൂടി അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ സാധിക്കും. സോ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞതാണ്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, ട്രേഡ് യൂണിയൻസ് ഉണ്ട്, വർക്കറിന് അവയർനെസ് ഉണ്ട്, മാനേജ്മെന്റിന്റെ ബിലീഫ് ഉണ്ട്. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ആ ഒരു ഇത് തന്നെയാണ് പറയുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്നാണ്. സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ, എക്കണോമിക്, ആറ്റിറ്റ്യൂഡിയൽ, സ്ട്രക്ചറൽ. സോഷ്യൽ ഫാക്ടേഴ്സിൽ നമ്മൾ പറയുന്നു നമുക്ക് ചുറ്റുപാടുള്ള നമ്മുടെ സമൂഹത്തിനെ എഫക്ട് ചെയ്യുന്ന നമ്മുടെ ആ ഒരു ഫാക്ടേഴ്സിനെയാണ് സോഷ്യൽ സ്ട്രക്ചറിലൂടെ നമ്മൾ പറയുന്നത്. ആ ഒരു ഫാക്ടേഴ്സ്. പിന്നെ ആറ്റിറ്റ്യൂഡിനകത്ത് നമ്മൾ പറയുന്നത് എന്താണ്, ആ ഒരു IRനെ അഫക്ട് ചെയ്യുന്നു, ആറ്റിറ്റ്യൂഡിനെ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വർക്കേഴ്സിന് ആ ഒരു ഓർഗനൈസേഷനുള്ള ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലാണ് അതിനൊക്കെ നമ്മളെ അഫക്ട് ചെയ്യല്ലേ. വർക്കേഴ്സിന് നമുക്ക് പോസിറ്റീവായിട്ടൊരു ആറ്റിറ്റ്യൂഡ് ആ ഒരു ഓർഗനൈസേഷനോട് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയും പോസിറ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു ഡിസ്കസ് ചെയ്തു. പിന്നെ എക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ പറയുന്നത് ആക്ടേഴ്സ് ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻ. അതായത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷനെ അഫക്ട് ചെയ്യുന്ന ആക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ്, ദ വർക്കേഴ്സ് ആൻഡ് ദ ഓർഗനൈസേഷൻ. സെക്കൻഡ്, എംപ്ലോയീസ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ. തേർഡ്, ദ സ്റ്റേറ്റ്. ഒന്നുകൂടെ പറയാം. ആക്ടേഴ്സ് ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്നാണ്? 3 ആക്ടേഴ്സ് ആണ് ഉള്ളത്. ദ വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ, എംപ്ലോയേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ, ദ സ്റ്റേറ്റ്. അപ്പൊ ഈ 3 എണ്ണത്തിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഫസ്റ്റ് എന്താണ്? ദ വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ. ഒരു വർക്കറും ആ ഒരു ഓർഗനൈസേഷൻ തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട് അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഓർഗനൈസേഷനും വർക്കറും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതെപ്പോഴും നല്ല രീതിയിലായിരിക്കണം. അപ്പൊ അതിന് ചില വർക്കറുമായിട്ടില്ല. അപ്പൊ ആ ഒരു വർക്കറിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് വേണം, അതായത് കുറച്ച് ഗുണഗണങ്ങൾ വേണം. അപ്പൊ അങ്ങനെ നല്ലൊരു രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിന് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ലെവല് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നല്ലൊരു എഡ്യൂക്കേഷൻ ഉള്ള വ്യക്തിക്ക് തീർച്ചയായും നല്ല രീതിയിൽ പെരുമാറാനും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലാത്തത് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്, അതല്ല നമ്മുടെ ഒരു വർക്കിംഗ് മാനറിൽ അത് ഏത് രീതിയിലാണെന്ന് അറിഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ എഡ്യൂക്കേഷൻ ലെവല് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ നന്നായി ബിഹേവ് ചെയ്യാനും ആ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, തിയറി ആയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത് അപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ ഓർഗനൈസേഷൻ. സോ അത് എഡ്യൂക്കേഷൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ എഡ്യൂക്കേഷൻ കുറവുള്ളവർ ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം, പക്ഷെ ചിലർ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നവരും ഉണ്ട്. അങ്ങനെയുള്ള നല്ല തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ കുറച്ചുകൂടെ നമ്മൾ പഠിച്ചതായതുകൊണ്ട് നമുക്ക് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മുടെ അവയർനെസ് ലെവൽ, നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് അവയർനെസ് ലെവൽ. തീർച്ചയായിട്ടും നമുക്ക് അറിവുണ്ടായിരിക്കും എന്താണ് നമ്മുടെ ഓർഗനൈസേഷനും അതിന്റെ നേച്ചറും അതിന്റെ കാര്യങ്ങൾ, നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്, ഏത് രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അങ്ങനെ ഒരു അവയർനെസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നമുക്കത് ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് ആവശ്യമായി പ്രവർത്തിക്കാൻ, നമ്മളൊരു ആസ് എൻ എംപ്ലോയി പ്രവർത്തിക്കാനുള്ള ലെവൽ ഓഫ് സ്കിൽസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഒരു പോവർട്ടി റേഞ്ച്, നമുക്ക് ഒരു സാമ്പത്തികമായി അത്യാവശ്യം കുഴപ്പമില്ല, നമ്മുടെ ഒരു നല്ല രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹാപ്പി ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ വർക്കിംഗ് ഔട്ട്പുട്ട് മാക്സിമം ആയിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യാറുണ്ട്. പിന്നെ പറയുന്ന അർബൻ ആൻഡ് റൂറൽ ബാക്ക്ഗ്രൗണ്ട്, മൈഗ്രന്റ് നേച്ചർ, കൾച്ചറൽ ക്യാരക്ടറിസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ഇതിലൊക്കെ പറയുന്നത് അതായത് നമ്മുടെ രീതി, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നമ്മുടെ റൂറൽ ഏരിയയിൽ നിന്നായിക്കോട്ടെ, അല്ലാതെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, നമ്മുടെ കൾച്ചർ പലതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പലതായിക്കോട്ടെ. പല എംപ്ലോയീസ് ആണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നല്ലേ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷനും
ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ചിന്താരീതികളും ഒക്കെ എന്ത് ചെയ്യും, അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഇപ്പൊ പല തരത്തിലുള്ള കുട്ടികളാണ്. ഇവരും പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഒരാളുടെ ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല മറ്റൊരു കുട്ടിയുടെ ഒബ്ജക്റ്റീവ്. ലൈഫിൽ എന്ത് നേടണമെന്ന് ഓരോരുത്തർക്കും ഉണ്ട്. സോ അതെന്ത് ചെയ്യും, ഒരു ക്ലാസ്സിൽ ഒരു ഡിസിഷൻ എടുക്കണം എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്. ഒരു ടോപ്പിക്ക് നാളെ ഒരു സെമിനാർ പോർഷൻ നമ്മൾ ചെയ്യുന്നു നിൽക്കാം. അപ്പൊ നിങ്ങളോട് ചോദിക്കണം ഏത് തരത്തിലുള്ള ഇതിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് ചോദിക്കുന്നത്. പലരും പല അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു സെക്ഷൻ അവിടെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. അവസാനം നമ്മളൊരു മെജോറിറ്റി നോക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സോ അതുപോലൊരു ഓർഗനൈസേഷൻ ഉള്ളത് ശ്രദ്ധിക്കാം. പലതരത്തിലുള്ള ആളുകൾ, പലതരത്തിലുള്ള കാഴ്ചപ്പാട്, പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ് ആണെങ്കിൽ അവിടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ അല്ല ഓർഗനൈസേഷൻ ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും, അവിടെ വളരെയധികം നെഗറ്റീവായിട്ട് ആ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും അല്ലെ. അതുപോലെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടേമിന്റെ അടിയിൽ വന്ന ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ നോക്കുക. ഒരു വർക്കറിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്, അയാൾക്ക് ജീവിക്കാനുള്ളത് അയാൾക്ക് എന്ത് ചെയ്യണം, എയിം ചെയ്യണം, അയാളുടെ ഫാമിലിയെ നോക്കണം, അയാൾക്ക് അയാളെ തന്നെ നോക്കണം. അതായത് അയാളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ അയാളുടെ ഫാമിലിയെ സേഫ് ഗാർഡ് ചെയ്യണം, അവർക്ക് വേണ്ടി സേവിങ്സ് ഉണ്ടാക്കണം, മക്കൾ കാണും, ഭാര്യ കാണും, അച്ഛനും അമ്മയും കാണും, അവരൊക്കെ നോക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യും, അയാളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഒരു നല്ല രീതിയിലുള്ള ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അയാൾക്ക് എന്ത് വേണം, മാക്സിമം അയാൾ എന്ത് ചെയ്യും, ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് കിട്ടുക എന്നാണ്. സാമ്പത്തികമായിട്ടും അല്ലാതെ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ്, അല്ലാതുള്ള ക്യാഷ് അല്ലാത്ത രീതിയിൽ കിട്ടുന്ന ബെനിഫിറ്റ്സും ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് അയാൾ മാക്സിമം ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നല്ലൊരു എൻവയോൺമെന്റ് ആണ് കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇതെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും, മാക്സിമം പ്രൊഡക്ഷൻസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്തിലേക്ക് നമുക്ക് നയിക്കും, ഒരു സക്സസിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, വർക്കേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഫോർമേഷൻ ഓഫ് എ വർക്കർ ഓർഗനൈസേഷൻ അതാണ് പറയുന്നത്. വർക്കേഴ്സ് കാരണം എന്ത് ചെയ്യും, നമ്മളെ ഒരു ജോലി ചെയ്യുന്ന വ്യക്തി നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഓർഗനൈസേഷനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും അല്ലെ. അവിടെ വർക്ക് ഓർഗനൈസേഷനെ കുറിച്ച് പറയുന്നത് വർക്കേഴ്സ് അസോസിയേറ്റ് ടു ഗെയിൻ സ്ട്രെങ്ത്. വർക്കേഴ്സ് എന്ത് ചെയ്യും, തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് എന്ത് ചെയ്യും, പല ആളുകൾ കൂടി ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ടാകും. അതെന്ത് ചെയ്യും, ട്രേഡ് യൂണിയൻസ് ചിലപ്പോൾ പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് ആവാം, അല്ലാതെ ഇരിക്കാം. അതൊരു പാർട്ടിപരമായി മാത്രം ചിലതുണ്ടായിരിക്കാം, ചിലത് പാർട്ടിപരമല്ലാതായിട്ട് അവർക്ക് ആവശ്യം നേടാനായിട്ടുണ്ടാകുന്ന ട്രേഡ് യൂണിയൻസ് ഉണ്ടാകാം. അവരുടെയൊക്കെ ആവശ്യം എന്താണ്, അവരുടെ കാര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ മുമ്പോട്ട് മാനേജ്മെന്റിനെ അറിയിക്കുക, അവരുടെ കാര്യങ്ങൾ നിറവേറ്റുക എന്നതാണ് ആ ഒരു ട്രേഡ് യൂണിയന്റെ ഉദ്ദേശം. അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് ട്രേഡ് യൂണിയൻസ് ചെയ്യുന്നത്. ഇനി അടുത്ത സെക്കൻഡ് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ എംപ്ലോയർ ആൻഡ് ഓർഗനൈസേഷനിൽ നമ്മൾ പറയുന്നത് എന്താണ്, എംപ്ലോയർ ഓഫ് ഓർഗനൈസേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ. അതായത് എംപ്ലോയർ ആണ്. നേരത്തെ നമ്മൾ വർക്കറിനെ കുറിച്ച് പറഞ്ഞു, അടുത്തത് നമ്മൾ എംപ്ലോയറിനെയാണ് നോക്കുന്നത്. അതായത് ആ എംപ്ലോയറും ഓർഗനൈസേഷനും തമ്മിലും എന്തുണ്ടായിരിക്കണം, ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. എന്തിനു വേണ്ടി, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അവിടെ നല്ല എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ആ വരുന്ന എംപ്ലോയീസിന് സ്പെയർ ആയിട്ട്, അതായത് നല്ലൊരു തുക, അതായത് അവരുടെ നേരത്തെ പറഞ്ഞു നമുക്കൊരു വർക്കറിന് അവർക്ക് ഓരോ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഉണ്ട്, അത് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന റെമ്യൂണറേഷൻ വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെ. അതായത് എംപ്ലോയർക്ക് ഓൾറെഡി ഒരു മോട്ടീവ് ഉണ്ട്, എന്താണ്, നമ്മളൊരു എംപ്ലോയർ ആണെന്നിരിക്കട്ടെ. അതായത് എംപ്ലോയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഓർഗനൈസേഷൻ നടത്തുന്നു, ഞാനൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എന്റെ ലക്ഷ്യം എന്താണ്, മാക്സിമം പ്രോഫിറ്റ്, ലാഭം ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ എത്രമാത്രം ലാഭം ഉണ്ടാക്കുക അത്രമാത്രം ലാഭം ഉണ്ടാക്കുക എന്നാണ് എന്റെ ലക്ഷ്യം. എങ്ങനെ, വിത്ത് മിനിമം കോസ്റ്റ്, അതായത് കോസ്റ്റ് എന്ത് ചെയ്ത് ഏറ്റവും കുറച്ചുകൊണ്ട് പ്രോഫിറ്റ് ഏറ്റവും മാക്സിമം ആയിട്ട് എനിക്ക് കിട്ടണം, അതാണ് എന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ എംപ്ലോയീസിനെ ഹയർ ചെയ്യണം അല്ലെ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നൽകി ഒരു ഫെയർ റേറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്യും, നമുക്ക് മാക്സിമം എന്ത് ചെയ്യും, വർക്ക് ചെയ്ത് തന്നിട്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി പോകും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പൊ എന്ത് ചെയ്യണം, ഒരു എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻസ് വളരെയധികം ആവശ്യമാണ്. എംപ്ലോയർ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഓർഗനൈസേഷന് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആസ് എൻ എംപ്ലോയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു
പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്നു. ആ ഒരു സാധനം നമ്മൾ വിൽക്കുമ്പോഴത്തേക്കിന് നമുക്ക് കിട്ടുന്ന ലാഭത്തേക്കാൾ കൂടുതലാണ് നമുക്ക് കോസ്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുന്നത് അല്ലേ? നമുക്ക് കിട്ടുന്നത് 30 ആണെങ്കിൽ നമുക്ക് കോസ്റ്റ് 50 രൂപയായി അതിന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ആ കിട്ടിയ പ്രോഫിറ്റ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല, നമുക്ക് നഷ്ടം മാത്രമാണ് ഉണ്ടാകുന്നത്. സോ അപ്പൊ എംപ്ലോയറിന്റെ ആവശ്യം എന്താണ്? നമ്മൾ കോസ്റ്റ് മാനേജ്മെന്റ് ചെയ്ത് എക്സ്പെൻസ് ഒക്കെ കുറച്ചുകൊണ്ട് ഏറ്റവും കുറച്ച് രീതിയിലുള്ള കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഓർഗനൈസേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വർക്കർ എന്ത് ചെയ്യും? നമ്മുടെ കുറെ ട്രിക്സ് ടാറ്റിക്സ് ഇറക്കും. അതായത് മാനേജ്മെന്റിനെ പ്രഷറൈസ് ചെയ്യാൻ, അതായത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. അത് നമുക്ക് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സ്ട്രൈക്സ് ഒക്കെ, കെരോറിയോ, പ്ലെറ്റിംഗ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ടേംസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സമരങ്ങൾ ചെയ്യും. പല രീതിയിലുള്ള സമരങ്ങളായിരിക്കും. സ്ട്രൈക്ക് രീതിയിലായിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? സ്ട്രൈക്സ് കണ്ടക്ട് ചെയ്യും അല്ലെ? സമരങ്ങൾ നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള ടേമാണ് സമരങ്ങൾ, അതായത് സ്ട്രൈക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മളെ എൻസൈക്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളെ അകത്തോട്ട്, അതായത് അവര് ബ്ലോക്ക് ചെയ്യും ആളുകളുടെ എൻട്രിയോ അല്ലെങ്കിൽ എക്സിറ്റിനെയൊക്കെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അതായത് ആളുകളെ തടയും. എംപ്ലോയർ ആയിക്കോട്ടെ, മാനേജ്മെന്റ് ടീം ആയിക്കോട്ടെ, അവരൊക്കെ പോകുന്നത് എംപ്ലോയീസ് എന്ത് ചെയ്യുക അല്ലെങ്കിൽ വർക്കേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? തടയും. അതാണ് പറഞ്ഞത്. ലെറ്റിംഗ് എന്ന് പറഞ്ഞാലും ഈ ഒരു ടേം ഒക്കെ പോലെ തന്നെയാണ്. എന്ത് ചെയ്യുന്നു? സമരത്തിന്റെ ഒരു രീതി വരെ നമ്മൾ കല്ലൊക്കെ പറക്കേറിയത് അങ്ങനെയൊക്കെയുള്ള സമരം കണ്ടില്ലേ? ആ ഒരു രീതിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? ഇങ്ങനെ പ്രഷറൈസ് ചെയ്യുകയാണ് നമ്മുടെ മാനേജ്മെന്റിനെ എങ്കിൽ നമ്മുടെ വർക്കേഴ്സ്, ജോലി ചെയ്യുന്ന ആളുകൾ മാനേജ്മെന്റിനെ ഇങ്ങനെയൊക്കെ പ്രഷറിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു സമാധാനത്തെ പോകും ഇല്ല, വളരെയധികം പ്രശ്നങ്ങളിലേക്കായിരിക്കും പോകുന്നത്. സോ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? എംപ്ലോയീസ് ഓർഗനൈസിംഗ് ഇൻറ്റു അസോസിയേഷൻസ് എന്ത് ചെയ്യണം? സ്ട്രെങ്തൻ ദംസെൽസ്, അവരെ തന്നെ സ്ട്രോങ് ആക്കുക. ബാർഗെയിനിങ് പവർ എന്ത് ചെയ്യുക? കൂട്ടേണ്ട ആവശ്യകതയും വളരെയധികം ആണ്. നമ്മൾ പറഞ്ഞു വർക്കറും ഓർഗനൈസേഷനും തമ്മിലൊരു റിലേഷൻ, അതായത് വർക്കറിന് കുറെ നീഡ്സും അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഓർഗനൈസേഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ എംപ്ലോയറും ഓർഗനൈസേഷനും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ച് പറയും സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സ്റ്റേറ്റ് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഒരു നേഷന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ ഒരു നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്നതാണെന്ന്. സോ അതിന് സ്റ്റേറ്റ് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. ഗവൺമെന്റ് ത്രൂ നമുക്കറിയാം പോളിസീസ് ഫ്രെയിം ചെയ്യും, റെഗുലേഷൻസ്, ലെജിസ്ലേഷൻസ് കൊണ്ടുവരും, നിയമങ്ങൾ കൊണ്ടുവരും, അതിനുള്ള പോളിസീസ് കൊണ്ടുവരും. നല്ലൊരു എംപ്ലോയർ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതെന്തിനെ ചെയ്യും? അതുപോലെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷനെയും ഹെൽപ്പ് ചെയ്യും അല്ലെ? നല്ല ക്വാളിറ്റി, സ്റ്റാൻഡർഡൈസ്ഡ് പാനറിലല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനുള്ള, അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള അവകാശം ഒക്കെ ഒരു സ്റ്റേറ്റിന് നമുക്ക് ഉണ്ട്. അതുപോലെ സ്റ്റേറ്റിന്റെ ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? നമ്മുടെ പ്രശ്നങ്ങൾ, നമുക്ക് ഒരു എംപ്ലോയർ, ഞാനിപ്പോ ഒരു എംപ്ലോയി ആണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു എംപ്ലോയർ ആണ്, നമുക്കുള്ള പോളിസീസിലുള്ള പ്രശ്നങ്ങൾ, ലേബർ പോളിസീസിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഒക്കെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ നമ്മുടെ സ്റ്റേറ്റ്, അതായത് അതിനു വേണ്ടി സംസാരിക്കാനുള്ളൊരു വേദി നമുക്ക് ഒരുക്കി തരുന്നതാണ് സ്റ്റേറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നതിലൊന്ന്. അവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, കോൺഫ്ലിക്ട്സ് ഉണ്ടാകും, അതൊക്കെ എന്ത് ചെയ്യുന്നു? മാറ്റാനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ റെമ്യൂണറേഷനിൽ, അതായത് നമ്മുടെ ശമ്പളത്തിലൊക്കെ ചിലപ്പോൾ നമുക്കറിയാം പല ഓർഗനൈസേഷനും പല രീതിയിലാണ് ശമ്പളം തരുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം ഇത്ര മിനിമം ഇത്ര വേതനമായിരിക്കണം ഇന്ന ജോലിക്ക് അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ജോലിക്ക് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സ്റ്റേറ്റിന് അത് തീരുമാനിക്കാനുള്ള ആ ഒരു അവകാശമുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. അതായത് പ്രോപ്പർ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന അതേ ജോലിക്ക് എന്റെ അതേ എക്സ്പീരിയൻസിന് എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് 20,000 എനിക്ക് വെറും 12,000 കിട്ടുവാണെങ്കിൽ അത് ഫെയർ ആയിരിക്കും അല്ല? അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇവരെ സ്റ്റേറ്റിനെ അപ്രോച്ച് ചെയ്യാനും ഫെയർ റേറ്റ് കിട്ടാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ലേബർ ലോസും സ്റ്റേറ്റും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് കഴിയും? നല്ല രീതിയിൽ ആ ഒരു ഇൻഡസ്ട്രി മുമ്പോട്ട് പോകുവാനും അതുവഴി നമ്മുടെ നേഷന്റെ തന്നെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് ആണ് നോക്കാനുള്ളത്. ഇത്രയും പറഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രി എന്താണ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്താണെന്നാണ് പറഞ്ഞത്. നമുക്ക് കുറച്ച് ഡെഫിനിഷനിലൂടെ നമുക്ക് നോക്കാം എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഒക്കെ. ഇൻഡസ്ട്രിയൽ റിലേഷൻ is a concrete system of interaction between workers and management in industry. Walker 1967.
വോക്കർ 1967 പറഞ്ഞിരുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ റിലേഷൻ ഒരു ബൗണ്ടറി സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ ആണ്. അതായത് വർക്കേഴ്സും, അതായത് ജോലിക്കാരും മാനേജ്മെന്റ്, ഒരു ഇൻഡസ്ട്രിയിലുള്ള ജോലി ചെയ്യുന്ന വ്യക്തികളും മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് എന്നാണ് സിംപ്ലി പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് നോക്ക്, ഇൻഡസ്ട്രിയൽ റിലേഷൻ മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്റ്റഡി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജോബ് റെഗുലേഷൻസ്. അതായത് ഫ്ലണ്ടേഴ്സ് 1917 പറഞ്ഞാണ്. അതെന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്? ഒരു പഠനമാണ്. എന്തിനെ കുറിച്ചുള്ള പഠനം? ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജോബ് റെഗുലേഷൻ. അതായത് ഒരു ജോലി സംബന്ധമായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജോബ് റെഗുലേഷൻ സംബന്ധമായ റെഗുലേഷൻസ് കുറിച്ചുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പഠനത്തിന്റെ ശാഖ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ എന്ത് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ 2-3 ഡെഫിനിഷൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇസ് കൺസേൺഡ് വിത്ത് ബാർഗെയിനിങ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ബിറ്റ്വീൻ ആൻഡ് എമംഗ് എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഓവർ ദ മേക്കിംഗ് of the rules of work and with the factors that affect this bargaining. Laffer 1974. അതായത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാർഗെയിനിങ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളതോ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ളതോ നമുക്ക് കാര്യങ്ങളുണ്ട്. അതായത് എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ, അങ്ങനെയുള്ളത് ബാർഗെയിനിങ് പോലുള്ള കാര്യങ്ങളുടെ ആണ് സിംപ്ലി എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. വളരെ ഫാക്ടേഴ്സ് നേരത്തെ നമ്മൾ കണ്ടു, എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ബാർഗെയിനിങ്ങുമായിട്ട് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിൽ കാണുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഇസ് ദ സ്റ്റഡി ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ജോബ് റെഗുലേഷൻ ആൻഡ് മേക്കിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് ഓഫ് റൂൾസ് വിച്ച് റെഗുലേറ്റ് എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പ് regardless of whether they are seen as formal and informal, structured or unstructured. Payne and Fleck 1974. അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല എന്താണ്, ഇതൊരു സ്റ്റഡിയാണ്. എന്തിനെ കുറിച്ചുള്ള? ജോബ് ആസ്പെക്ട്സിനെ കുറിച്ചുള്ള, ഒരു ജോലിയുമായി സംബന്ധിച്ചിടത്തുള്ള എല്ലാ ആസ്പെക്ട്സും എന്ത് ചെയ്യുന്നുണ്ട്, അത് കവർ ചെയ്യുന്നുണ്ട്. അത് റൂൾസ് ആയിക്കോട്ടെ, റെഗുലേഷൻസ് ആയിക്കോട്ടെ, അവരുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അത് സ്റ്റഡി ചെയ്യുന്ന ഒരു ആസ്പെക്ട് ആണ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് അതൊരു ഫോർമൽ രീതിയിലുള്ള ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഫോർമൽ രീതിയിലായിക്കോട്ടെ, അത് സ്ട്രക്ചേർഡ് ആയിക്കോട്ടെ, അൺസ്ട്രക്ചേർഡ് ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് എല്ലാം ആ ഒരു ജോബുമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതിൽ നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ക്യാൻ ബി സിംപ്ലി ഡിഫൈൻഡ് ആസ് മാനേജ്മെന്റ് ഓഫ് ലേബർ പ്രോബ്ലംസ് ഇൻ ആൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഓർ മോർ ഓപ്പറേഷണലി ആസ് ദ തിയറീസ്, ടെക്നിക്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ റെസൊല്യൂഷൻ ഓഫ് contending money and power claims in an employment relationship. Barbash in 1984. അതായത് സിംപ്ലി പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്താണ്? അതൊരു മാനേജ്മെന്റ് ആണ്. അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു തിയറീസ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, മുമ്പോട്ട് കൊണ്ടുവരുന്ന ഒന്നിനെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ തിയറീസ് അപ്ലൈ ചെയ്യാറുണ്ട്, ടെക്നിക്കൽ ആസ്പെക്ട്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിനെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്താണ്, നീഡ്സ് ആണ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ് നമ്മളറിയാം. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കീപ്പ് ചെയ്യുക, ആരൊക്കെ തമ്മിൽ, ലേബറും മാനേജ്മെന്റും തമ്മിൽ. അപ്പോൾ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, നല്ലൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നതും അത് എക്കണോമിക് ഗ്രോത്തിലേക്ക്, സാമ്പത്തിക വ്യവസ്ഥയുടെ ഉയർച്ചയിലേക്ക്, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്തത്. എക്സാക്ട്ലി നമ്മുടെ ഒബ്ജക്റ്റീവിനെ, ഈ മെയിൻ ഒബ്ജക്റ്റീവിനെ വീണ്ടും 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെ? ഇംപ്രൂവിംഗ് ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് വർക്കേഴ്സ്. ഒന്ന് എന്ത് ചെയ്യുക, നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ, അതായത് ആസ് എൻ വർക്കർ, നമ്മുടെ വർക്കർ ആണെന്നിരിക്കട്ടെ നമ്മൾ, അപ്പൊ നമുക്ക് കുറെ എക്കണോമിക്, അതായത് സാമ്പത്തികമായി നമുക്ക് ഉയരണമെന്ന് ആഗ്രഹമില്ലേ, അപ്പൊ അതിനെ എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ബൈ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് എന്ത് ചെയ്യും, പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിനെ നാഷണലൈസ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യും, വെസ്റ്റിംഗ് ദ പ്രൊപ്രൈറ്റർഷിപ്പ് ഓഫ് ദ ഇൻഡസ്ട്രീസ് ഇൻ ദ വർക്കേഴ്സ്. വർക്കേഴ്സിന് എന്ത് ചെയ്യും, ഇൻഡസ്ട്രിയിലുള്ള വർക്കേഴ്സിന് എന്ത് ചെയ്യും, പ്രൊപ്രൈറ്റർഷിപ്സ് ഒക്കെ വെസ്റ്റ് ചെയ്യുക, അതായത് കൊടുത്തിട്ട്. അങ്ങനെയുള്ള ഓരോ ഒബ്ജക്റ്റീവ്സ് ആണ് ആർക്കുള്ളത്, ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷന് ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് എന്താണ് ഒബ്ജക്റ്റീവ്സ്,
ഇന്നത്തെ ഒരു ടൈം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതായത് നമ്മൾ ഇത് നോർമലി ഉള്ള ഒബ്ജക്റ്റീവ്. ഇപ്പൊ നമ്മുടെ കറന്റ് സിറ്റുവേഷൻ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മുടെ ലേബറിനെയും മാനേജ്മെന്റിനും കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെ. അവർക്ക് അവരുടേതായി ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റേതായ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന വേറൊരു എംപ്ലോയിക്ക് അവരുടേതായിട്ടുണ്ട്. ആ മാനേജ്മെന്റിന് അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. സാലറി ആയിരിക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് എൻവയോൺമെന്റിനെ കുറിച്ചായിരിക്കും. അവയൊക്കെ എന്ത് ചെയ്യുക, സേഫ് ഗാർഡ് ചെയ്യുക, പ്രോപ്പർ രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് ആരുടെ ഒബ്ജക്റ്റീവ് ആണ്? ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അവരെ തമ്മിലുള്ള ആ ഒരു റിലേഷൻ പ്രോപ്പർ രീതിയിൽ ഒരു ഹാർമോണിയസ് മാനറിൽ കൊണ്ടുപോയിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നതാണ് അടുത്തത്. അതുപോലെ തന്നെ അവിടെ ഉണ്ടാകാൻ പോലുള്ള സാധ്യതയുള്ള പ്രശ്നങ്ങൾ, നേരത്തെ പറഞ്ഞു നല്ലൊരു രീതിയിലല്ല പോകുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യാനായിട്ടും എന്ത് ചെയ്യും, നമ്മളെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അവിടെ ഇപ്പൊ പറഞ്ഞു നമുക്ക് നല്ലൊരു രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു ഡിസിപ്ലിൻ അവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ അതിന്റെ ഇൻഡിസിപ്ലിനിലേക്ക് നയിക്കും. ഇപ്പോൾ റിലേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ. അപ്പം എന്ത് ചെയ്യുക, ഒരു നല്ല ഡിസിപ്ലിൻ, ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അവിടെ ഒരു ഡെമോക്രസി, അതായത് വർക്കേഴ്സിന് എന്ത് ചെയ്യുക, ഡിസിഷൻ മേക്കിങ്ങിലും മറ്റു കാര്യങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്കറിയാം പണ്ടത്തെ കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു, അവരെ അതിലൊന്നും പങ്കെടുപ്പിക്കുന്നില്ല. അപ്പൊ അവർക്ക് അവരുടേതായ ഐഡിയാസ് കാണും, പക്ഷെ അത് പറയാനുള്ള അവസരം ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ കാലത്ത് അവർക്ക് കൂടെ പ്രൊവൈഡ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ ആ ഒരു റിലേഷൻസ് നന്നായിട്ട് പോവുകയും അതിന്റെ പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ എന്ത് ചെയ്യുക, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. അതായത് സ്ട്രൈക്കോ ലോക്കൗട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല റിലേഷനിലൂടെ എന്ത് ചെയ്യാം, ആ ഒരു ഇൻഡസ്ട്രിയിൽ സമാധാനം കൊണ്ടുവരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതായത് ഒരു രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി ഏറ്റവും മാക്സിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ഇൻഡസ്ട്രിയൽ റിലേഷൻ കൂടുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അതായത് രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി കൂടും, GDP കൂടുകയും ആ നേഷണൽ തന്നെ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ വർക്കേഴ്സിന് ഏറ്റവും ഫെയർ ആയിട്ടുള്ള അവരുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസിനും സ്കിൽസിനും അനുസരിച്ചുള്ള ഒരു വേജസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു വർക്കേഴ്സിന്റെ റിലേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവരുടെ അത് മനസ്സിലാക്കും. കാരണം എന്താ, നമുക്ക് മനസ്സിലാവും അവർ ഏത് രീതിയിലാണ്, അവരുടെ ബുദ്ധി അല്ലെങ്കിൽ കഴിവ് ഏത് രീതിയിലാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അവർ എന്തുമാത്രം നമ്മുടെ ഓർഗനൈസേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് അവർക്ക് ആവശ്യമായുള്ള റീസണബിൾ വേജസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു സോഷ്യൽ ഓർഡർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സാമൂഹ്യപരമായ ഡെവലപ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലേബർ മാനേജ്മെന്റ് റിലേഷൻ ഒരു ഹെൽത്തി രീതിയിലാക്കാനും അതിന്റെ ഡെവലപ്മെന്റ് പ്രൊമോഷൻ കാര്യങ്ങൾക്കും എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസ് ഹെൽപ്പ് ചെയ്യും. ചുരുക്കി പറഞ്ഞ ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് എംപ്ലോയി അല്ലെങ്കിൽ ലേബർ മാനേജ്മെന്റ് തമ്മിലുള്ളതാണ്. അപ്പൊ ലേബറിന്റെ ആവശ്യങ്ങളായ സാലറി കൂട്ടുക, വേജസ് കൂട്ടുക, പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ഇതൊക്കെ ചെയ്യുക. അതുപോലെ മാനേജ്മെന്റിന് ആവശ്യങ്ങളായ പ്രൊഡക്ടിവിറ്റി കൂടുക, ഡിസിപ്ലിൻസ് കീപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷനോട് സാധ്യമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ നോക്കുമ്പോൾ എന്താണ് സത്യത്തിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷനിൽ നീഡ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അയ്യോ ഇതെന്താവുന്നു മനസ്സിലാവുന്നില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ കൂടെ നമുക്ക് മനസ്സിലാവും. അതായത് എന്ത് ചെയ്യുക, ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ അവർ തമ്മിൽ നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യും. ആ ഒരു റിലേഷൻ നമ്മൾ എന്തിലേക്ക് നയിക്കും, അതായത് കണ്ടിന്യൂസ് പ്രൊഡക്ഷനിലേക്ക് നയിക്കും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ, അതായത് ഒരു സ്റ്റാൻഡേർഡ് മാനറിലുള്ള ഒരു പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, റിസോഴ്സസ് ഏറ്റവും ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാനും മാക്സിമം പോസിബിൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ലേ. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സാമ്പിൾ ഓർക്കാം, നമ്മളൊരു എടുത്ത് വർക്ക് ചെയ്യുന്നു, നമ്മൾ ഏറ്റവും ആവശ്യമുള്ള രീതിയിൽ ആ എംപ്ലോയർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് വരുന്നു, നമ്മുടെ ക്വാളിഫിക്കേഷനും സ്കില്ലും അനുസരിച്ച് നമുക്ക് നല്ലൊരു സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടുത്തെ റിസോഴ്സസ് മാക്സിമം യൂസ് ചെയ്ത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യും അല്ലെ. അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ ഏറ്റവും നല്ല രീതിയിലാക്കാൻ. അതുപോലെ തന്നെ
നമുക്ക് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും അല്ലെ? നമുക്ക് പല പ്രശ്നങ്ങളും ഇൻഡസ്ട്രീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റിൽ നമ്മുടെ ഇഷ്ടം പോലെ ആയിരിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വർക്കറിന്റെ ഇഷ്ടമായി. അല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ഒരു വ്യക്തി വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ എന്തുണ്ടാവാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ പ്രശ്നങ്ങൾ സ്ട്രൈക്കിലേക്ക് നടത്തും. അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയറുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോഴാണ് കൂടുതലും സ്ട്രൈക്ക്, ലോക്കൌട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ? അങ്ങനെയുള്ളത് എന്ത് ചെയ്യും? ആ ഒരു ഇൻഡസ്ട്രിയെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? അങ്ങനെയുള്ളൊരു മോശം അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മളെ കൊണ്ടുപോകാതിരിക്കാൻ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് എംപ്ലോയിയുടെ മൊറയിലിനെ കൂട്ടും. അതായത് എന്ത് ചെയ്തു, നമുക്ക് അവർക്ക് ടുവേർഡ്സ് ദം നമുക്കൊരു എന്ത് ചെയ്യും, ഒരു അറ്റാച്ച്മെന്റ് തോന്നും. അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓണസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും അല്ലെ? നല്ല പ്രൊഡക്ഷൻ അവിടെ കൊടുക്കുകയും അത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് അവർക്ക് ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ അവിടുത്തെ റിസോഴ്സസ് നല്ല രീതിയിൽ യൂസ് ചെയ്ത് നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡിന് അധികമായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാനായിട്ട്, വേസ്റ്റേജ് കുറയ്ക്കാനായിട്ടും മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്യുന്ന വേസ്റ്റേജ്, മെറ്റീരിയൽ ആൻഡ് മെഷീൻസ് കൊണ്ടുള്ള വേസ്റ്റേജസ് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാനായി മാക്സിമം പ്രൊഡക്ഷൻ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്കറിയാം പലതരം സ്റ്റഡീസ്, ലിറ്ററേച്ചേഴ്സ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനെ നമുക്ക് ഹെൽപ്ഫുൾ ആക്കി അല്ലെങ്കിൽ പോസിറ്റീവ് ആസ്പെക്റ്റിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ കവർ ചെയ്യുന്നത്. സോ ഒന്നുകൂടെ നമ്മൾ പറയാം, സിമ്പിൾ ആയിട്ട് ഞാൻ വീണ്ടും ആദ്യം തൊട്ട് പറയാം. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺസെപ്റ്റ് എന്തെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ആൻഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ വർക്കർ ആൻഡ് മാനേജ്മെന്റ് തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഒരു എന്താണ്, ഹാർമണൈസ്ഡ് മാനറിലുള്ള, അതായത് നല്ല രീതിയിലുള്ള ഒരു ഗുഡ് മാനറിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് അവരുടെ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവ് രീതിയിൽ മുമ്പോട്ട് പോകുക. ബോത്ത് സൈഡിലുള്ള ആളുകൾക്കും എന്തുണ്ടാവും, അവരുടെ ഒബ്ജക്റ്റീവ്സ് പേഴ്സണൽ ആയിട്ടുള്ളതായിക്കോട്ടെ ഓർഗനൈസേഷണൽ ഉള്ളതായിക്കോട്ടെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് എൻഹാൻസ് ചെയ്യാനും അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാനും അതിലൂടെ ഒരു രാജ്യത്തിന്റെ ഉയർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത്രയാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ കൺസെപ്റ്റ്, കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ നോക്കി വീണ്ടും ഒന്നുകൂടെ നോക്കുക. തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ടിലൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചറും കിട്ടും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കുറച്ച് അപ്രോച്ചസ് ഉണ്ട് ഈ ഒരു രീതിയിൽ, കുറച്ച് അപ്രോച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടെ മനസ്സിലാക്കണം, പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ ഒരു ടേം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ താങ്ക് യു. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് സെക്ഷനിൽ ബാക്കി ഈ ഒരു യൂണിറ്റിന്റെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.